എല്ലാവർക്കും നമസ്കാരം. എജു ബാഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും, ഞാൻ എത്ര പറഞ്ഞു കൊടുത്തിട്ടും എൻ്റെ കുട്ടിക്ക് മനസ്സിലാവുന്നില്ലല്ലോ, അല്ലെങ്കിൽ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് തോന്നിക്കാണും, ഞാൻ എങ്ങനെ പഠിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ, എൻ്റെ തലയിൽ കയറുന്നില്ലല്ലോ എന്ന്. അതെന്തുകൊണ്ടാണ്, അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ എല്ലാവരുടെയും പഠന രീതി വ്യത്യസ്തമാണ്. അതിൻ്റെ കാരണം നമ്മളെല്ലാവരും പലതരത്തിലുള്ള ലേണേഴ്സാണ്, അല്ലെങ്കിൽ പഠിതാവാണ് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഏത് തരത്തിലുള്ള ലേണറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ആ ലേണർക്ക് പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ പഠന രീതിക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മുടെ പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കുറെ കൂടി പഠനം എളുപ്പമാവും, രസകരമാവും. അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാം, ഏതൊക്കെയാണ് പലതരത്തിലുള്ള ലേണേഴ്സ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്കറിയാം, സ്കൂളിലാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും നമ്മുടെ കുട്ടി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ 3 ഓർഗൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ഒന്നാമത്തത് നമ്മുടെ കണ്ണ്, രണ്ടാമത്തത് നമ്മുടെ ചെവി, മൂന്നാമത്തത് നമ്മുടെ ബോഡി. ഈ 3 ഓർഗൻസ് ആണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പഠിക്കാൻ നമുക്ക് ആവശ്യമുള്ളത് ഈ 3 ഓർഗൻസ് ആണ്. ഇതിൽ തന്നെ നമ്മൾ പലരും ഈ ഓർഗൻസ് ഉപയോഗിക്കുന്നതിൻ്റെ അളവ് വ്യത്യാസമായിരിക്കും. ചിലർ കണ്ണ് കൂടുതൽ ഉപയോഗിക്കും, ചിലർ ചെവി കൂടുതൽ ഉപയോഗിക്കും, ചിലർ അവരുടെ ബോഡി കൂടുതൽ ഉപയോഗിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ ഉപയോഗിക്കുന്നതിൻ്റെ അളവനുസരിച്ചിട്ടാണ് നമ്മൾ ലേണേഴ്സിനെ തിരിച്ചിരിക്കുന്നത്. കണ്ണ് കൂടുതൽ ഉപയോഗിക്കുന്നവരെ നമ്മൾ വിഷ്വൽ ലേണേഴ്സ് എന്ന് പറയും. അതായത് ലേണിംഗ് ബൈ സീയിങ്. അപ്പോൾ ഇവർക്ക് നമ്മളൊരു മാപ്പോ അല്ലെങ്കിൽ ഇമേജോ ഡ്രോയിങ്ങോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. കൂടുതൽ നമ്മൾ സംസാരിക്കുന്നതിനേക്കാളും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പം ഒരു പിക്ചറിൻ്റെ രൂപത്തിലായിരിക്കും. അതായത് കണ്ടുകൊണ്ട് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, വിഷ്വൽ ലേണേഴ്സ്, അതാണ് ഈ കൂട്ടർ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വിഷ്വൽ ലേണർക്ക് നിങ്ങൾ വഴി പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങളത് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും അവർക്കിഷ്ടം നിങ്ങൾ അതിൻ്റെ ഒരു ഡ്രോയിങ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാപ്പ് കൊടുക്കുന്നതോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ വിഭാഗമുണ്ട്, അവരെ പറയുന്നത് ഓഡിറ്ററി ലേണേഴ്സ് എന്നാണ്. അതായത് ലേണിംഗ് ബൈ ലിസണിങ് അല്ലെങ്കിൽ ലേണിംഗ് ബൈ ഹിയറിങ്, ആ കൂട്ടര്. അപ്പം ഇവർക്ക് ചെവി കൂടുതൽ ഉപയോഗിക്കുക, അതാണ് ഇവരുടെ പ്രത്യേകത. അപ്പോൾ എന്തും ഒരു സ്റ്റോറി പോലെ കേട്ടുകഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തും കേൾക്കുന്നതാണ് ഇവരുടെ ഇഷ്ടം. അപ്പോൾ ഇവർക്കാണ് നിങ്ങൾ വഴി പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ മാപ്പ് കൊടുത്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ മാപ്പ് കൊടുക്കുന്നതിനേക്കാൾ ഇവർക്ക് ഇഷ്ടം ഇവർക്ക് ആ വഴി പറഞ്ഞു കേൾക്കാൻ തന്നെയാണ്. അതാണ് രണ്ടാമത്തെ കൂട്ടർ. ഇനി മൂന്നാമത്തെ കൂട്ടരുണ്ട്, അവരാണ് കൈനസ്തെറ്റിക് ലേണേഴ്സ്. കൈനസ്തെറ്റിക് ലേണേഴ്സ് എന്തും ചെയ്ത് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതായത് ലേണിംഗ് ബൈ ഡൂയിങ്. ഇവർക്കാണ് നിങ്ങൾ വഴി പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ആ മൊമെന്റിൽ ആ വഴി വരച്ചിട്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും അവർക്ക് ഏറ്റവും ഇഷ്ടം. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ വഴി പറയുമ്പോൾ ഇവർ തന്നെ ഒരു പേനയും പേപ്പറും എടുത്തിട്ട് അത് വരച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ളവരാണ് കൈനസ്തെറ്റിക് ലേണേഴ്സ്. അപ്പോൾ ഈ 3 അടിസ്ഥാന വിഭാഗങ്ങളെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ഇത് ഏത് കാറ്റഗറിയിൽ പെടും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഒരു പഠന രീതി നമ്മൾ അവലംബിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടി എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലുള്ള പഠിതാവാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതെങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.